ജനാബ് അബുൽ ഖൈർ മൗലവി ചെറുപ്പ. കാങ്ങാൻ മൂസ മോടാനക്ക് ശേഷം വെറ്റുകൊണ്ടെന്ന് അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖത്തിന്റെ CD ഈ അടുത്ത് തബ്ലീഗുകാർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല മൗലിദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് രസകരമായ മറുപടിയാ പറയുന്നത്. എന്താ അതിപ്പോ എന്താ ചോദിച്ചാൽ, നിസ്കാരത്തെ പറ്റിയിട്ട് സക്കാത്തിനോട് അഭിപ്രായം ചോദിക്കും പോലെയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മസ്അല ചോദിക്കാൻ. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ ആദ്യം, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. തബ്ലീഗിന്റെ അജണ്ടയിൽ പരിപാടിയിൽ ഇപ്പൊ മൗലൂദ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അമലാണ്, നിസ്കാരം എന്ന് പറഞ്ഞ നിശ്ചിത അമലാണ്. അപ്പോ സക്കാത്തിനെ പറ്റി എന്താ നിസ്കാരത്തിന്റെ അഭിപ്രായം ചോദിക്കും പോലെയാണ് ആ വിഷയത്തിനെ പറ്റി തബ്ലീഗിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. തബ്ലീഗ് എന്ന് പറയുന്ന നബി സാഹിബ് ചെയ്ത അവന്റെ അതേ രീതിയിൽ തന്നെ നടക്കുന്ന പ്രവർത്തനമാണ് ഇവ നടക്കുന്നത്. അത് അതിൻ്റെതായ വിസ്തും താലീമും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. എന്നല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദി അവിടെയില്ല. നോക്കൂ, നിങ്ങൾ മൗലിദിനൊക്കെ ഇങ്ങനത്തെ കാര്യം ചർച്ച ചെയ്യുന്ന വേദി എവിടെയല്ല. നീ മാഷറിന ചർച്ച നടത്തുന്നത് ഇത് സുന്നത്താണോ ബിദ്അത്താണോ? ആവർത്തിക്കണം. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ആദ്യം പറയാം. അതായത് തബ്ലീഗ് ജമാഅത്തിന്റെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ടോപ്പ് നേതാവാണ് ചെറുപ്പ അബുൽ ഖൈർ മൗലവി. എത്രത്തോളം ചോദിച്ചാൽ, ഒരു 4 വർഷം മുൻപ് പിന്നെ പറവൂരിൽ വെച്ചിട്ട് ഞാനുമായിട്ടൊരു 3/4 മണിക്കൂർ വാദപ്രതിവാദം നടത്തിയ നേതാവാണ് അദ്ദേഹം. ഇവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി എഴുതുന്ന ഗ്രന്ഥകർത്താവാണ്. ആ അദ്ദേഹം തബ്ലീഗുകാർക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ. അപ്പൊ അവർ തന്നെ ഫിക്സ് ചെയ്ത ആളുകൾ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നു, അദ്ദേഹം മറുപടിയും പറയും. അതിലൊരു ചോദ്യം, ഈ മൗലിദ് ഓതുന്നതിനെ കുറിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ ഒന്നുകിൽ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ വേണ്ടവർ ചെയ്തോ, ഇല്ലെങ്കിൽ ഇങ്ങനെയല്ല. പിന്നെ അയാൾ പറയുന്നത് എന്താ? അത് സക്കാത്തിനോട് ചോദിക്കുന്നു, നിസ്കാരത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? വിഡ്ഢിത്തല്ലേ പറ. സക്കാത്തിനോട് എങ്ങനെ ഈ ആ ചോദ്യം തന്നെ എങ്ങനെ ഇപ്പത്? സക്കാത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിനോട് ചോദിക്കാൻ നിസ്കാരത്തെ പറ്റി അഭിപ്രായം എന്ത്? ഒരു ആളെ ഒരുമാതിരി ആക്കലായി നോക്കിക്കോളല്ലേ, ചിന്തിച്ചു നോക്ക്. എന്നിട്ട് പറയുന്നു, ആ തരം ചർച്ചകളൊന്നും ഇവിടെ തബ്ലീഗ് ജമാഅത്തിലില്ല. ഇനി മാഷറുകൾ എത്തിയിട്ടാ ചർച്ച ചെയ്യുന്നത്. എന്തൊരു ആശയം വേണ്ടേ? ഒന്നുകിൽ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല, രണ്ടാലൊന്നും വേണ്ടേ? ഇതിനാണ് വയന്ന് കളിക്കാന്ന് പറയുന്നത്. കേട്ടോളൂ, നിങ്ങൾ പറഞ്ഞു. തബ്ലീഗിന്റെ അജണ്ടയിൽ പരിപാടിയിൽ ഇപ്പൊ മൗലൂദ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അമലാണ്, നിസ്കാരം എന്ന് പറഞ്ഞ നിശ്ചിത അമലാണ്. അപ്പോ സക്കാത്തിനെ പറ്റി എന്താ നിസ്കാരത്തിന്റെ അഭിപ്രായം ചോദിക്കും പോലെയാണ് ആ വിഷയത്തിനെ പറ്റി തബ്ലീഗിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. തബ്ലീഗ് എന്ന് പറയുന്ന നബി സാഹിബ് ചെയ്ത അവന്റെ അതേ രീതിയിൽ തന്നെ നടക്കുന്ന പ്രവർത്തനമാണ് ഇവ നടക്കുന്നത്. അത് അതിൻ്റെതായ വിസ്തും താലീമും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. എന്നല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദി അവിടെയില്ല. നിങ്ങൾ അപ്പൊ ഇങ്ങനത്തെ വേദികൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ അവിടെ ഇല്ല. എന്നാൽ അതേസമയം ഇസ്തിഹാസിനെ എതിർക്കണില്ലേ? മൗലൂദിനെ ഗ്രന്ഥത്തിൽ എതിർത്തിട്ടില്ലേ? ഇതിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ഒരിക്കലും മൗലിദ് ഓതൽ അനുവദനീയം അല്ല. തബ്ലീഗിന്റെ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും മൗലിദ് ഓതുന്നുണ്ടോ? പക്ഷേ സാധാരണക്കാരെ വഞ്ചിക്കാൻ അതിനാ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഒരാൾ ചോറ് കഴിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു, ഭക്ഷണം ഇട്ട് കൊടുത്തു, വീണ്ടും ഇട്ട് കൊടുത്തു, മൂന്നാമത് ഇട്ട് കൊടുക്കുമ്പോ കഴിക്കുന്ന ആക്കി ഇനി വേണമെന്നുണ്ട്. പക്ഷേ എന്നെ പറ്റി ആദ്യതേൻ എന്ത് മനസ്സിലാക്കുന്ന ഒരു ചമ്മലുണ്ട്. അപ്പൊ ഇയാള് വേണ്ടണം എന്താ ചെയ്യാ? ഒന്നുകിൽ വേണ്ട എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പാക്കാം, വേണം എന്ന് പറഞ്ഞാൽ ഇട്ടുകൊടുക്കാം. ഈ വേണ്ടണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ശരിയല്ലല്ലോ. അതാ പറഞ്ഞ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു കുഴമ്പൻ, അത് ഒരു നിശ്ചിത അമല പോലും. ഏത് ഈ തബ്ലീഗ് ജമാഅത്ത്? ആ റസൂലിനെ സ്വാഗതം ചെയ്ത പ്രവർത്തനോ? പിന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്ന എന്ത് പണിയാ? ഈ തബ്ലീഗറിനെ എത്തിച്ചു കൊടുക്കലല്ലേ? എന്തൊരു തീരുമാനം വേണ്ട. വയനാട് മോഡലാവാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടർ ചോദിച്ചു എവിടെ പോകുന്നു? വയനാട്ടിൽ. സ്ഥലം പറയടോ? വയനാട്ടിൽ. പിന്നെ പറയും സ്ഥലം പറ സാറ്, വയനാട്. ഇല്ല, കണ്ടക്ടർ ടിക്കറ്റ് കുറിച്ച് കൊടുക്കൂല. ഒന്നുകിൽ കൽപ്പറ്റ, ഓക്കെ, മാനന്തവാടി, ഓക്കെ, വയനാട് എന്ന സ്ഥലമുണ്ടോ? അങ്ങനെ സ്റ്റോപ്പില്ല. ഇതുപോലെ നിസ്കാരത്തിനോട് ചോദിക്കുന്നു സക്കാത്തിനെ പറ്റി അഭിപ്രായം എന്ത്? ഇതാളെ വിഡ്ഢികളാക്കലല്ലേ? നോക്കിക്കോ നിങ്ങൾ. ഇതുപോലെയാണ് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തബ്ലീഗ് ജമാഅത്ത് എന്നാൽ അങ്ങനെയല്ല, അത് പ്രത്യേക അമലാണ് എന്നാണ്. എന്നാൽ
അതേ ആള് തന്നെ പറയുന്നത് എന്തായാലും നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് രക്ഷപ്പെടണോ തെബിലീഗിൽ കൂടല്ലാതെ വേറെ മാർഗമില്ല. അത് വേറെ കാര്യം പറയുമ്പോ സ്വന്തം വിഷയം എത്തിയപ്പോൾ ഇതേ ആള് പറയുന്നു ഇപ്പോഴത്തെ കാലത്ത് യഥാർത്ഥ ദീന് കിട്ടണോ തെബിലീഗിൽ ചേരലല്ലാതെ മറ്റൊരു മാർഗമില്ല. കേട്ടോളൂ. നഷ്ടപ്പെട്ടു പോയ ദീൻ തിരിച്ചു കിട്ടണമെങ്കിൽ ഇതര പ്രസ്ഥാനങ്ങളെയും ഇതും പഠിച്ച സ്ഥിതിക്ക് തബ്ലീഗിന്റെ മാർഗം സ്വീകരിക്കല്ലാതെ വേറെ യാതൊരു വഴിയില്ല. ആദ്യത്തെ പദങ്ങൾ ശ്രദ്ധിക്കുക. ഇതര പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ച സ്ഥിതിക്ക് തബ്ലീഗ് ചേരില്ലാതെ മാർഗമല്ല. ഏതാ ഇതര പ്രസ്ഥാനം? അപ്പൊ സ്വാഭാവികമായി തബ്ലീഗ് ഒരു പ്രസ്ഥാനം എന്നല്ലേ പറഞ്ഞത്? മുഖാലഫ രണ്ടെണ്ണമുണ്ട്. സഹോദരന്മാർക്കറിയും. ഇതര പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ച സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ ഏതാ ഇതര പ്രസ്ഥാനം? ഒന്നുകിൽ സുന്നിയാവൂലേ, അല്ലെങ്കിൽ മുജാഹിദാകൂലേ, ജമാഅത്ത് ഇസ്ലാമിയാകൂലേ? നിങ്ങൾ ശരിക്കും നിഷ്പക്ഷമായി ചിന്തിക്കണം. പരലോകത്തിന്റെ കാര്യമാണ്. അഴകോളം വന്നയം സ്വീകരിച്ച പടച്ചവൻ പൊരുത്തപ്പെടൂല. എന്തേ? അള്ളാഹു വ്യക്തമായി തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഹക്കും ബാത്തിലും വേർതിരിഞ്ഞിട്ടുണ്ട്, അല്ലേ? ഹക്കും ബാത്തിലും വേർതിരിഞ്ഞു കഴിഞ്ഞാലോ സ്വാഭാവികമായിട്ടും ആ ഹക്കിനെയും ബാത്തിനെ കൂട്ടിക്കലർത്തരുത്. ഹക്കും ബാത്തിനെ കൂട്ടിക്കലർത്താൻ പാടില്ല. ഇവിടെ ഇതര പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ച സ്ഥിതിക്ക് തബ്ലീഗാകല്ലാതെ മാർഗമല്ല. പക്ഷെ എന്നാ പിന്നെ തബ്ലീഗ് ജമാഅത്ത് ഒരു പ്രത്യേക സംഘടനയാണെങ്കിൽ അവരഭിപ്രായം എന്ത് എന്ന് ചോദിക്കുമ്പോ അപ്പൊ പറയാം അതൊരു സംഘടനയല്ല, ഒരു ജമാഅത്തായ നിസ്കാരം പോലെയാണ്. സലാം വീട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. നോക്കിക്കോ നിങ്ങൾ, ഊരുളുക എന്നതിന് പറയാ. അങ്ങനെ പറയുന്ന കേട്ടോളൂ നിങ്ങൾ, ജമാഅത്ത് നിസ്കാരം പോലെയാണ്. അതൊരു തബ്ലീഗ് ജമാഅത്തായിരുന്നു, മറ്റാവശ്യത്തിന് പോയതല്ല. ഇങ്ങനെയുള്ള ജമാഅത്തിന് ഉറുദുവിൽ തബ്ലീഗി ജമാഅത്ത് എന്ന് പറയും. ഇപ്പൊ അസറിന്റെ ജമാഅത്ത്, ളുഹറിന്റെ ജമാഅത്ത് എന്നൊക്കെ പറയും പോലെ സലാം വീട്ടുന്നവരെ ആ ഇമാമിനനുസരിച്ച് പോകുന്നത് പോലെ എത്ര ദിവസത്തേക്കാണോ ഈ ജമാഅത്ത് പോകുന്നത് അത്രയും ദീനിന്റെ വിധി അനുസരിച്ച് അമീറിനനുസരിക്കണം. അത് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജമാഅത്ത് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ജമാഅത്ത് ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ എത്രയോ ഉണ്ട്, കണക്കാക്കാൻ കഴിയില്ല. അപ്പോ MA ഉസ്താദിന്റെ MA ദീർഘാശയം ചെയ്ത് കൊടുക്കട്ടെ, ഉസ്താദിന്റെ പുസ്തകം കയ്യിൽ പിടിച്ചിട്ട് അതിന് മറുപടി പറയുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഇതൊരു പ്രത്യേക പ്രസ്ഥാനമല്ല, അതൊരു ജമാഅത്ത് നിസ്കാരം പോലെ. ദുഹറിന്റെ ജമാഅത്ത്, അസറിന്റെ ജമാഅത്ത്. സലാം കിട്ടിക്കഴിഞ്ഞാൽ അത് പോയി. നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്ക്. അങ്ങനെ സലാം കിട്ടിക്കഴിഞ്ഞാൽ കഴിയുന്ന ജമാഅത്താവണം തബ്ലീഗ് ജമാഅത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസ്ഥാനത്തിനെതിരെ ഒരു പരിപാടി വരുന്നു എന്ന് കേൾക്കുമ്പോ നോട്ടീസ് കീറേണ്ട ആവശ്യമുണ്ടോ? അല്ല, ബറക്കത്തിന് വേണ്ടി നിങ്ങൾ കൊണ്ടുപോയിക്കോ, പേര് അതാണ് വിഷയം. നോട്ടീസ് കീറേണ്ട ആവശ്യമുണ്ടോ? ചൂടാവേണ്ട ആവശ്യമുണ്ടോ? പരിപാടി മുടക്കേണ്ട ആവശ്യമുണ്ടോ? ചിന്തിച്ചോ നിങ്ങൾ? തബ്ലീഗ് ജമാഅത്തിന്റെ പേരിൽ നിങ്ങൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഗൾഫിലേക്ക് പിരിവ് നടത്തേണ്ട ആവശ്യമുണ്ടോ? ളുഹർ ജമാഅത്തും അസ്ർ ജമാഅത്തും കാഞ്ഞിപ്പുഴ പള്ളിയിലില്ലേ? അതുണ്ട് എന്നിരിക്കെ 60 ലക്ഷത്തിന്റെ പ്ലാൻ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് മനസ്സിലാവുന്നുണ്ടോ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ ഒരു ജമാഅത്ത് ളുഹർ പോലെ അസ്ർ പോലെയാണെങ്കിൽ